കാനഡയിലെ ഒരു കഴിഞ്ഞ 6 മാസത്തെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാവുന്നേ ഉള്ളൂ. വളരെ വിരലിലെണ്ണാവുന്ന ആൾക്കാർക്ക് മാത്രമേ PR കിട്ടിയിട്ടുള്ളൂ എന്നുള്ളത്. മാർക്ക് കാർണി അധികാരത്തിൽ വന്ന സമയത്ത് പലരും പറയുന്നുണ്ടായിരുന്നു, ഇനി കാനഡയുടെ ഇഷ്ടം പോലെ ആൾക്കാർക്ക് PR കിട്ടും, ഇവിടെ സ്റ്റുഡൻറ്റ് വിസയിലൊക്കെ വന്നിട്ടുള്ള എല്ലാവർക്കും PR കൊടുക്കും എന്നൊക്കെയുള്ളത്. എന്നാൽ അന്ന് തൊട്ടുള്ള എൻ്റെ വീഡിയോ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാറുണ്ടായിരുന്നു, മാർക്ക് കാർണി അധികാരത്തിൽ വന്നെങ്കിൽ പോലും കാര്യമായിട്ടുള്ള രീതിയിലൊന്നും ഇനി പഴയതുപോലെ PR കിട്ടും എന്ന് വിചാരിക്കരുത് എന്ന്. അതിൽ പ്രകാരം ഇപ്പോൾ ഒരു 6 മാസത്തെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാവുന്നതേ ഉള്ളൂ, വളരെ തുച്ഛമായിട്ടുള്ള നമ്പറിൽ PR മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ലാസ്റ്റിലത്തെ ഒരു 2 CEC കാറ്റഗറിയിലൊക്കെ ഡ്രോ കണ്ടക്ട് ചെയ്തെങ്കിൽ പോലും 3000 ഒരു 6000 പേരും ഒക്കെ മാത്രമേ ആൾക്കാർക്ക് PR കിട്ടിയിട്ടുള്ളൂ. അതും 520 530 സ്കോറുള്ളവരെയൊക്കെയാണ് അവർ വിളിച്ചേക്കുന്നത് പോലും. ഇനിയുള്ള ആ ഒരു 6 മാസവും ഇനിയും PR കിട്ടും, ബാക്കിയുള്ളവർക്കെല്ലാം PR കിട്ടും എന്നൊക്കെയാണ് പലരും പറയുന്നത്. എന്നിരുന്നാലും ഞാൻ എപ്പോഴും റിയാലിറ്റിയെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. ഞാൻ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയോ ഞാൻ ഒരിക്കലും ഇല്ലാത്ത കാര്യങ്ങൾ ഒരിക്കലും പറയാറില്ല. ഇനിയുള്ളൊരു 6 മാസം, അത് പ്രത്യേകിച്ച് 2026 കോട്ടയെ ഫില്ല് ചെയ്യാനുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ളൊരു ട്രോ ആയിരിക്കും അവർ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. അതിൽ പ്രകാരം CR സ്കോറൊക്കെ ഹൈയിലുള്ള നമ്പർ തന്നെയായിരിക്കും ഇനി അവർ വിളിക്കാൻ പോകുന്നത്. കാരണം ഇപ്പോഴത്തെ IRCCയുടെ ഒരു എക്സോസ് എൻട്രിയിലെ ആൾക്കാരുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ CR സ്കോറിൽ 500-ന് മുകളിലുള്ളവരുടെ എണ്ണം തന്നെ വളരെ കൂടുതലാണ് എന്നുള്ളത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ +2 കഴിയുകയും ഡിഗ്രി കഴിയുകയും ചെയ്തിട്ടുള്ള പല ആൾക്കാരും വിചാരിക്കാറുണ്ട്, ഇനി ഒരു സ്റ്റുഡൻറ്റ് വിസയിൽ കാനഡയിലേക്ക് പോകാം. കാരണം ഒരു 5 വർഷം കഴിഞ്ഞിട്ടാണല്ലോ PRനുള്ള ആപ്ലിക്കേഷനൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ട ഒരു സമയം വരുന്നത്. ആ സമയം ആകുമ്പോഴത്തേക്ക് ഇതെല്ലാം ശരിയാവും, PR കിട്ടുകയൊക്കെ ചെയ്യും എന്നൊക്കെ ഉള്ളത്. എന്നാൽ നമുക്കെല്ലാം മനസ്സിലാവുന്നേ ഉള്ളൂ, ഓരോ ദിവസവും റൂളുകൾ സ്ട്രിക്റ്റ് ആയിക്കൊണ്ടിരിക്കുക എന്നുള്ളത്. മാത്രമല്ല ഇപ്പോഴൊക്കെ നമ്മൾ ഓരോ ദിവസം ന്യൂസ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ മാർക്ക് കാർണിയെ തന്നെ PGWPയിലൊക്കെ ഒത്തിരിയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ PGWPക്ക് വേണ്ടി എലിജിബിൾ ആയിട്ടുള്ള പല പ്രോഗ്രാമുകളും അടുത്ത വർഷം അത് മാറ്റി പുതിയൊരു ലിസ്റ്റാണ് അവർ പ്രഖ്യാപിക്കുന്നത് എന്നുള്ളത്. കാരണം 2 ദിവസം മുമ്പാണ് ഒരു പുതിയ ലിസ്റ്റ് അവർ പബ്ലിഷ് ചെയ്തത്. അതിൽ പ്രകാരം കുറേ കോഴ്സുകൾ അവരെടുത്ത് മാറ്റുകയും അതിനുശേഷം പുതിയ കുറേ കോഴ്സുകൾ അവർ ആഡ് ചെയ്യുകയും ചെയ്തു. ഇത് അടുത്ത വർഷവും ഇതുപോലെ തന്നെ പുതിയ പ്രോഗ്രാമൊക്കെ ആഡ് ചെയ്യുകയും കുറച്ച് എണ്ണം റിമൂവ് ഒക്കെ ചെയ്യും. കാരണം ഓരോ വർഷമാണ് ഈ ലിസ്റ്റ് അവർ പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു കോഴ്സ് ഡിസൈഡ് ചെയ്ത് നമ്മളത് ഇന്നിപ്പോൾ ഒരു കോഴ്സ് പഠിക്കാനായിട്ട് കയറിക്കഴിഞ്ഞാൽ 2 വർഷം അല്ലെങ്കിൽ 3 വർഷം കഴിയുമ്പോൾ ആ പഠിക്കുന്ന പ്രോഗ്രാമിന് PGWPയുടെ ലിസ്റ്റിനകത്ത് ഇല്ലെങ്കിൽ നമുക്കൊരു PGWP കിട്ടത്തുമില്ല. മാത്രമല്ല കാനഡയിൽ ഒരു PRൻ്റെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ അത് ആ പ്രോഗ്രാം എലിജിബിൾ അല്ലെങ്കിൽ ഒരു കാരണവശാലും PR കിട്ടത്തുമില്ല. അതുകൊണ്ട് തന്നെ ഇനിയുള്ളൊരു കുറച്ച് നാളത്തേക്ക്, അത് എത്ര നാളെന്ന് പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ 5 വർഷമോ അല്ലെങ്കിൽ 10 വർഷമോ എടുക്കാം. ഇപ്പോഴുള്ള കാര്യങ്ങളൊക്കെ മാറി ഇനിയും പഴയതുപോലെ ഒരു PR ഒക്കെ ആൾക്കാർ കൊടുത്തു തുടങ്ങേണ്ട ഒരു സമയത്തുമ്പോൾ. കാരണം ഇപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു വലിയ ഒരു തലവേദന തന്നെയാണ് ഇവിടുത്തെ ഇമിഗ്രേഷൻ കൂടി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഏത് വിധേന ആ ഇമിഗ്രേഷൻ ഒന്ന് സ്റ്റേബിളാക്കാനാണ് ഇപ്പോഴത്തെ ഗവൺമെൻറ്റും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. 2025 അവസാനമാകുമ്പോഴത്തേക്ക് കുറേ അധികം ആൾക്കാരുടെ വർക്ക് പെർമിറ്റാണ് എക്സ്പയർ ആകാൻ പോകുന്നത്. അതിനുശേഷം അവർക്ക് PGWP ഇല്ലാത്ത കാരണം ഒരു കാരണവശാലും കാനഡയിൽ തുടരാൻ പറ്റത്തില്ല. അവർ തിരിച്ച് അവരുടെ സ്വന്തം നാട്ടിലേക്ക് പോയേ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ ഇപ്പോൾ കൂടുതൽ ഇനി വിദ്യാർത്ഥികൾ പഠിക്കാനായിട്ട്, അത് ചിലപ്പോൾ നിങ്ങളുടെ ഒരു പഠനത്തിന് മാത്രം ഉദ്ദേശിച്ചാണ് കാനഡയിൽ വരുന്നത് എന്നുണ്ടെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. അതല്ല, ഒരു PR ഒക്കെ മോഹിച്ചുകൊണ്ടാണ് കാനഡയിൽ ഇപ്പം വരാൻ നിൽക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും കാനഡ ചൂസ് ചെയ്യാതിരിക്കുന്നതാണ് അറ്റ് പ്രസൻറ്റ് ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നല്ലത്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും രാജ്യത്ത്, അത് PR കിട്ടുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത് എല്ലാവരുടെയും കൂട്ടാൻ എനിക്കും അറിയാം, ഇപ്പം 2-3 രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ PR കൊടുക്കുന്നതെന്നുള്ളത്. അതിൽ തന്നെ ഏറ്റവും മുൻഗണനയിലുള്ളൊരു രാജ്യം കാനഡ തന്നെയാണ്. ബാക്കിയുള്ള ഈ ജർമ്മനിയും അല്ലെങ്കിൽ അങ്ങനത്തെ പല രാജ്യങ്ങളും ഇപ്പം ബാക്കിയുള്ള ഏജൻസികളൊക്കെ പറയുന്നുണ്ടെങ്കിലും അവിടെയൊക്കെ ദീർഘകാലം ആ രാജ്യത്ത് തുടരാൻ പറ്റുമോ എന്നുള്ളതിൻ്റെ ഒരു ഉത്തരം ഇതുവരെ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ആൾക്കാർ ചൂസ് ചെയ്യുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് കാനഡ തന്നെയാണ്. എന്നാൽ ഒരു പഠനത്തിന് വേണ്ടി ഏറ്റവും നല്ലൊരു രാജ്യമായിരിക്കെ ഇപ്പോൾ ഒരു PR എടുത്ത് ഈ രാജ്യത്ത് തുടരാം എന്നുള്ളൊരു മുഖത്തോടു കൂടി വരാനാണെങ്കിൽ അറ്റ് പ്രസൻറ്റ് ഇപ്പം കാനഡ എന്ന പേര് കംപ്ലീറ്റ് ആയിട്ട് മറക്കുന്നതാണ് നല്ലത്.
നാളെ സ്ഥിതികളൊക്കെ മാറി മറിഞ്ഞേക്കാം. പക്ഷേ എന്നിരുന്നാലും ഈ കോവിഡിന് ശേഷം വന്നിട്ടുള്ള വളരെയധികം വിദ്യാർത്ഥികളാണ് ഇപ്പോൾ PR കിട്ടാതെയും അല്ലെങ്കിൽ അവർ പഠിച്ച ഫീൽഡിൽ ഒരു ജോലി കിട്ടാതെയൊക്കെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സ്ഥിതിയിൽ നിങ്ങളുടെ പൈസ മുടക്കി കാനഡയിൽ പഠിക്കാം എന്നൊരാഗ്രഹത്തോടു കൂടി ഇപ്പോൾ ആരെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ ആഗ്രഹം കംപ്ലീറ്റ് ആയിട്ട് മാറ്റിവെക്കുക. ഇത്രയും നാളും കാനഡയിലെ പോപ്പുലേഷൻ സൈസ് നല്ല രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ആദ്യമായിട്ട് 2025 ഫസ്റ്റ് ക്വാർട്ടറിൻ്റെ റിസൾട്ട് വന്നപ്പോൾ 0% പോപ്പുലേഷൻ സൈസ് ഗ്രോത്ത് ഉണ്ടായിരിക്കുന്നത്. അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ഇപ്പോൾ പുതിയ ഇമിഗ്രൻസിൻ്റെ തോത് വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇവിടുത്തെ ഉള്ള ഇപ്പം ജോലി കിട്ടാനില്ലാത്തതും ഹൗസിംഗ് ക്രൈസിസും കാരണം പല വിദ്യാർത്ഥികളും അവരുടെ സ്റ്റാറ്റസൊക്കെ അവർ വേണ്ടാന്ന് വെച്ചിട്ട് അവർ സ്വന്തം നാട്ടിലേക്ക് പോകുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് സ്റ്റാറ്റിസ്റ്റിക്സ് കാനഡയുടെ ആദ്യത്തെ റിപ്പോർട്ട് പ്രകാരം വെറും 0.0% ഗ്രോത്ത് മാത്രം ഈ കാനഡ പോപ്പുലേഷൻ സൈസിൽ കൈവരിക്കാൻ സാധിച്ചത്. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇനി കുറച്ച് നാളത്തേക്ക് ഇമിഗ്രേഷൻ എന്നുള്ള രീതിയിൽ കാനഡ ഒരിക്കലും ഒരു വളർച്ച കൈവരിക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. കാനഡയിലെ പുതിയൊരു മാറ്റങ്ങൾ ഓരോ ദിവസമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മാറ്റങ്ങൾ വരുന്ന മുറയ്ക്ക് അതെല്ലാം നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. നല്ല ന്യൂസുകളും ഇതിനകത്ത് ചിലപ്പോൾ ഉൾപ്പെടാം. അതുകൊണ്ട് തന്നെ ഒരു വീഡിയോ മിസ്സാകാതിരിക്കാൻ വേണ്ടി നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് എത്തുന്നതായിരിക്കും. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ഇറ്റ്സ് മീ AJ സൈനിങ് ഓഫ്. ബൈ.